എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജിൻസ ഫ്രം ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ BAMS സ്റ്റുഡൻസിനാണ്. ഒരു 3 വർഷമായിട്ട് നമ്മൾ നടത്തി വരുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ്. നിലവിൽ നമ്മൾ 4th ഇയേഴ്സിനായിരുന്നു ചെയ്യുന്നത്. ഈ വർഷം മുതൽ നമ്മൾ 3rd ഇയേഴ്സിനും കൂടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2018 കുഹാസ് ബാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത് ദ്രോണയുടെ പ്രിൻറ്റഡ് നോട്ട്സ്. പ്രിൻറ്റഡ് നോട്ട്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസിസിലാണ് നോട്ട്സ് തരുന്നത്. അതായത് ഇതുവരെ കുഹാസിൻ്റെയും അതേപോലെ തന്നെ അമൃത യൂണിവേഴ്സിറ്റിയുടെയും ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ക്ലബ്ബ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് രീതിയിലാണ് നമ്മൾ നോട്ട്സ് തരുന്നത്. അപ്പോൾ അതിൽ എല്ലാ സിലബസിലുള്ള എല്ലാ പോയിൻറ്റ്സുകളും കവർ ചെയ്യും. അതേപോലെ തന്നെ ഇൻ കേസ് നമ്മൾ സിലബസിലുള്ള പോയിൻറ്റ്സുകൾ എങ്ങാനും ഇതുവരെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ അത് നമ്മൾ സെൽഫ് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറായിട്ടും തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ നോട്ട്സ് വായിക്കുമ്പോഴത്തേക്ക് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യുന്നു എന്നുള്ള കാര്യം അല്ലാതെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൂടി കിട്ടും. നമ്മൾ ഇപ്പോൾ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് രീതിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൂടെ നമുക്ക് ആ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസാണ്. നമ്മൾ നോട്ട്സ് വെബ്സൈറ്റ് വഴിയാണ് തരുന്നത്. അപ്പോൾ വീക്ക്ലി ആയിട്ടാണ് നോട്ട്സ് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് നോട്ട്സ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ കൺസേൺഡ് വീഡിയോസ് പ്രീ റെക്കോർഡഡ് ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കും. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളുടെ എല്ലാ വീഡിയോസ് കവർ ചെയ്യും. അതായത് സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്കത് വീഡിയോസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആ വീഡിയോസ് കാണാം. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, അങ്ങനെ ഒരുപാട് തവണ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടോപ്പിക്ക് തറവാകും. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ കോഴ്സ് എൻഡ് ചെയ്യുന്നത് ആ കോഴ്സ് എൻഡ് ചെയ്യുന്ന സമയം വരെ നമ്മുടെ വീഡിയോസ് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ എക്സാം ഇടുന്നു. അത് ചെറിയ ചെറിയ ടോപ്പിക്സ് തന്നിട്ട് എക്സാം ഇടുന്നു. അത് നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വാല്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ആൻസർ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അവർ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സുകൾ, എന്തൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ടിപ്സുകളെല്ലാം ഇൻഡിവിജ്വലി ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെയുള്ളത് ലൈവ് ക്ലാസ്സുകളാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സുകൾക്കെല്ലാം ലൈവ് ക്ലാസ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഈ വർഷവും സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾക്ക് ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെയുള്ളത് തിയറി ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളാണ്. അതായത് തിയറി എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ പേപ്പർ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു തിയറി എക്സാം ഫേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ. അത് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ് പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ആകുമ്പോഴത്തേക്കും ഓരോ സബ്ജക്റ്റിൻ്റെയും അതാത് സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാക്ടിക്കൽ എക്സാം ഫേസ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ഏത് രീതിയിൽ നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം, അതേപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഹൈ സ്കോർ ഒരു പ്രാക്ടിക്കൽ എക്സാമിന് വാങ്ങാം, അതേപോലെ തന്നെ എങ്ങനെ നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാം പാസ്സാവാം എന്നുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും അതാത് സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ ലൈവ് ക്ലാസ്സുകൾ തന്നെ എടുത്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഫൗണ്ടേഷൻ കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ നടക്കുന്നത് വെബ്സൈറ്റ് വഴിയാണ്. അതായത് www.dronaayurveda.com എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിൽ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതുവഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അതായത് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റിൽ ബന്ധപ്പെട്ടാൽ മതി. താങ്ക്